ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറികൾ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നെയ്യും ബട്ടറും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് 10 ദിവസത്തിൻ്റെ പാൽപ്പാട കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വലിയ കയ്യിലട്ടോ ടേബിൾ. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ തണുത്ത വെള്ളം വേണം കേട്ടോ. ആദ്യം തന്നെ ഇതുണ്ടാക്കുമ്പോൾ തണുത്ത വെള്ളം ഒരു 2-3 ബോട്ടിൽ എടുത്ത് വെക്കണേ. അതേപോലത്തെ ഐസ് ക്യൂബ്സ്. ഇനി നമുക്കിത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. പ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കിട്ടണം നമുക്ക്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ബട്ടർ നമുക്ക് എടുക്കാം. ബട്ടർ ബ്രെഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കാരണം ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ബട്ടർ കിട്ടും കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ബട്ടർ എടുക്കാൻ പറ്റും. കണ്ട വീണ്ടും നമുക്ക് 2 കയ്യിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാൽപ്പാട കേട്ടോ. ഇതിൻ്റെ മോരെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇത് സൊസൈറ്റി പാലിലെല്ലാം ഉണ്ട് മേടിക്കുന്നത് മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. പാക്കറ്റ് പാൽ കൊണ്ട് മേടിച്ചാൽ ഇങ്ങനെയൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ വീട്ടിലോ നല്ല പാൽ കിട്ടില്ലേ, അവർക്കതിൽ ഇങ്ങനെ നമുക്ക് പാൽപ്പാട എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. ഐസ് ക്യൂബ്സ് കുറേ വേണം കേട്ടോ. സെയിം നമ്മൾ നേരത്തെ എങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ട നമ്മൾ ബട്ടർ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കൂടി ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ ബട്ടർ മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ട ആ ബട്ടറിൽ കിട്ടിയ മോര് വെള്ളം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇനി ഇതിലേക്ക് ഒന്ന് തണുത്ത വെള്ളം ഒഴിക്കുക. കുറച്ച് കൂടുതൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെയൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. കണ്ട ഇങ്ങനെ നമുക്ക് 2-3 പ്രാവശ്യം ഇതാക്കിയിട്ടെടുക്കാം കേട്ടോ. ആ വെള്ളം കളയുക. പിന്നെ നല്ല വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇത് നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നെയ്യ് ഉണ്ടാക്കണം. കണ്ട ആ വെള്ളം കണ്ട നല്ല വൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പോലത്തെ അല്ലല്ലോ. ഈ സമയത്ത് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ട പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഏതിലോ പാത്രത്തിലാണ് നെയ്യ് ഉണ്ടാക്കണേ ആ പാത്രം എടുക്കുക. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് ബട്ടർ ഇട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ട മെൽട്ടായിട്ട് വരണുണ്ട് കേട്ടോ. ഇങ്ങനെ ആവും. കുറച്ചുകൂടി നമുക്കിത് ഇതാണ് നെയ്യായിട്ട് മാറി വരണം കേട്ടോ. കണ്ട ഇങ്ങനെ ഉണ്ടാവും.
ഇതിലേക്ക് കളർ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതാക്കി എടുത്താൽ കളർ കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.